ശബരിമല സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ടയറുകൾ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവത്തിൽ യാതൊരുവിധ സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി രാവണ ചന്ദ്രശേഖർ. ഉറയ്ക്കാത്ത കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനെ തുടർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കേണ്ടതായി വന്നിരുന്നു. ഇത് കേരളത്തിന് അപമാനം വരുത്തിയെന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ആക്ഷേപിക്കുന്നത്. അതിനിടയിൽ ശബരിമല ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. വൈകിട്ട് 4:15 രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തേക്ക് പറന്നത്. ഇന്ന് രാവിലെ 11:45 രാഷ്ട്രപതി സന്നിധാനത്തെത്തി 18ാം പടി കയറിയത്. പ്രത്യേക വാഹനത്തിൽ 15 മിനിറ്റ് കൊണ്ടാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തിയത്. രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടി കെട്ടേന്തിയാണ് മല കയറിയത്. രാഷ്ട്രപതി അയ്യപ്പനെ തൊഴുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും ഉണ്ടായിരുന്നു. പമ്പയിലെത്തിയ രാഷ്ട്രപതി അവിടെ നിന്നും കെട്ടുനിറച്ചാണ് ശബരിമല കയറിയത്. രാഷ്ട്രപതി പടി കയറിയപ്പോൾ കൊടിമര ചുവട്ടിലെത്തുമ്പോൾ തന്ത്രി കണ്ഠർ മഹേഷ് മോഹനർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ 3 മണി വരെ വിശ്രമിച്ചതിന് ശേഷമാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിൻ്റെ ഉപഹാരമായി കുമ്പിളിൻ്റെ തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പ രൂപം സമ്മാനിച്ചു. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനെ തുടർന്ന് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്.